അമ്മ അമ്മയെ ഒറ്റയ്ക്കാക്കിയിട്ട് എനിക്ക് സന്തോഷിക്കാൻ പറ്റില്ല. അതാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നീ കാര്യം എന്താണെന്ന് തെളിച്ചു പറ. ഇനി അമ്മയുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഒരു കൂട്ട് വേണം. അതായത് അമ്മയെ കൊണ്ടൊരു കല്യാണം കഴിപ്പിക്കാൻ ഞാൻ തീരുമാനിച്ചു. അത് കൊള്ളാം. ഈ വയസ്സാം കാലത്താ ആളുകൾ കേട്ടാ ചിരിക്കും. അവളിവിടെ ഒറ്റയ്ക്കാണെങ്കിൽ വല്ലപ്പോഴും ഞാൻ ഇവിടെ വന്നോളാം, അല്ലെ അവൾ എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കും. അമ്മാവ ഇടയ്ക്കിടയ്ക്കല്ലാതെ സ്ഥിരമായിട്ട് പറ്റത്തില്ലല്ലോ. ഒന്നെങ്കിൽ അമ്മയെ അങ്ങോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അമ്മാവ ഇങ്ങോട്ട് വന്ന് നിൽക്കണം. കൊള്ളാം, തീരുമാനം എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട്. എന്റെ അമ്മ ഇന്നലെ ഞാൻ ഇത്രയും പ്രാവശ്യം ചോദിച്ചിട്ട് അമ്മ കമാന്നൊരു അക്ഷരം ഇണ്ടയോ? തീരുമാനം നിന്റെയാണോ അതോ അമ്മയുടെയോ? എന്റെ മോളെ, ഞാൻ ഇതൊന്നും അറിയുന്നില്ല. അവൻ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോ തന്നെ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. പക്ഷെ അവൻ കേക്കണ്ടേ? വളർത്തി വലുതാക്കിയാൽ ഇത്രയും വലിയ ശിക്ഷ വേണ്ടായിരുന്നു. അമ്മയല്ല നമ്മളെ ശിക്ഷിക്കുന്നത് ചേച്ചി, നമ്മളല്ലേ അമ്മയെ ശിക്ഷിക്കുന്നത്. ചേച്ചീനെ ഒന്ന് ആലോചിച്ച് നോക്ക്. നമ്മൾ ഓരോ കാര്യം നോക്കി അങ്ങ് പോവും. അപ്പോഴൊക്കെ അമ്മ ഒറ്റയ്ക്കാണ്. എടാ മോനെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. നീ ഒരു പെണ്ണ് കിട്ടായിരിക്കുമല്ലേ? നീ ഗൾഫിൽ പോണതിന് മുമ്പ് അവളെയും കിട്ടി അമ്മയുടെ കൂടെ ഉണ്ടാക്കുക. എന്താ കുഴപ്പം? അമ്മാവ, സ്വന്തം മകള് തന്നെ അമ്മയെ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വന്ന് കയറുന്ന പെണ്ണ് നോക്കണമെന്ന് പറയുന്നത് ശരിയാണോ? എന്തായാലും അളിയൻ്റെ ഈ തീരുമാനത്തോട് ഞാൻ 100% യോജിക്കുന്നു. നമ്മളെ ഇത്രയും വളർത്തി വലുതാക്കിയ മാതാപിതാക്കളെ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. എന്നാൽ നമ്മളാരും അത് ചെയ്യുന്നത് പോലും. അത് കാരണമാണ് ഇവിടെ പല ഓൾഡ് ഏജ് ഹോമുകളും അന്തേവാസികൾ കൂടിക്കൊണ്ടുവരുന്നത്. അമ്മയോട് ചോദിച്ചാൽ ഇത് ഒരിക്കലും നടക്കില്ലെന്നറിയാം. അമ്മ കുഞ്ഞിലെ ഞങ്ങൾക്ക് വേണ്ടി എന്തുമാത്രം ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഇതും അതുപോലെ ഒരു ത്യാഗമായിട്ട് അങ്ങ് സഹിച്ചാൽ മതി.